ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലുള്ള ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഇഡലി നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പതുപതൂന്നിരിക്കുന്ന ഇഡലിയാണ്. അതേസമയം ഈ ഇഡലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരിയും ഉഴുന്നും മാത്രം മതി. ചോറ് പോലും അരയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് അവൽ അരച്ച് ചേർക്കുക, ചിലർ ചവ്വരി ചേർക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ലാതെ അരിയും ഉഴുന്നും മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഏറ്റവും സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. രുചിയിലും നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ രുചിയും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒട്ടും പുളിയില്ലാത്ത എന്നാൽ അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുൾ കണ്ടു നോക്കുക. അതുപോലെ തന്നെ എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലും ഇഡ്ഡലി മാവ് എങ്ങനെ നന്നായിട്ട് പുളിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ടിപ്പും കൂടെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും ഒരു തവണ ഇതേ രീതിയിൽ ഇഡലി ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അതും കൂടെ ഒന്ന് അറിയിക്കുക. ടേസ്റ്റ് എങ്ങനെയുണ്ട്, ഡിഫറൻസ് ഉണ്ടോ, അതുപോലെ തന്നെ സോഫ്റ്റ്നെസ് എന്താ ഫീൽ ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ഇഡലി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് 1 കപ്പ് ഇഡലിയരിയാണ്. ഇഡലിയരി എന്ന് പറയുമ്പോൾ അതിൽ പച്ചരിയുമുണ്ട്, പുഴുക്കലരിയുണ്ട്. ഇത് ഇഡലിയരിയിൽ തന്നെ പുഴുക്കലരിയാണ്. പൊന്നി ഇഡലി റൈസ് എന്ന് പറഞ്ഞിട്ട് പുഴുക്കലരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലുണ്ടാക്കുമ്പോൾ ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 കപ്പോളം നമ്മുടെ നോർമൽ പച്ചരി ഉണ്ടല്ലോ, സാധാരണ പച്ചരിയും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് 3/4 കപ്പോളം ഉഴുന്ന് ചേർക്കാം. അപ്പോൾ ഈ 2 സാധനങ്ങൾ നമ്മൾ ഉഴുന്നും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഉലുവ വേണമെങ്കിൽ ഒഴിവാക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉലുവ കുറച്ച് ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ കഴുകി ഒരു 4-5 മണിക്കൂർ നമ്മൾ കുതിർത്തിയിടാം. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സിക്ക് ഭയങ്കരമായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ഇങ്ങനെ ചൂടാവുന്ന ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളം കുറേശ്ശെ ഒഴിച്ച് അരച്ചെടുക്കുന്നത് മാവ് പുളിച്ച് കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. അതേപോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഉഴുന്ന് അരയ്ക്കുമ്പോഴാണ് ഉഴുന്ന് നന്നായിട്ട് പൊങ്ങി അരഞ്ഞു ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ, അളവ് കൂടുതലായിട്ട് വരുന്ന പോലെ ഉഴുന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൈൻഡറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ കുറേശ്ശെ അരച്ചെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് സാവധാനം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഉഴുന്ന് അരഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു ടിപ്പ് തന്നെയാണ്. നമുക്ക് ഉഴുന്ന് ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇഡ്ഡലി കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു ഇഡലി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉഴുന്ന് അരച്ചെടുത്തു. അപ്പോൾ ഉഴുന്ന് നമ്മൾ കൈ വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ അരി അരയ്ക്കുന്ന സമയത്തും വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക. ഇഡലിക്ക് വെള്ളം കൂടിയാലും മാവ് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിലും ഒരുപാട് കട്ടിയാണെങ്കിലും ഇഡലിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചറും ടേസ്റ്റ് കുഴപ്പമില്ല, ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനിവിടെ മാവ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ചിലർ ഇഡലിക്ക് തരിയായിട്ടാണ് അരയ്ക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും തരിയില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ മാവ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അരിയും നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾ സ്പൂൺ വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യും. അപ്പോൾ കയ്യിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടാൻ, ഫെർമെൻ്റായി കിട്ടാനായിട്ട് അത് വളരെയധികം
ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ കൈ ഇത് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിലവർ രാവിലെയാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചു വയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർക്കും. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഏത് കാലാവസ്ഥയിൽ ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ, നല്ലപോലെ പൊളിച്ച് കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പ് പറയാമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു സീക്രട്ട് പറയാമെന്ന് പറഞ്ഞില്ല. അത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ തെർമൽ കുക്കറാണ്, നമ്മൾ അരി വേവിച്ചെടുക്കുന്ന പോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് ഈ തെർമൽ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ മാവ് നമ്മൾ അരച്ചെടുത്തത് ഇറക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ മാവ് നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ മാവ് അരച്ചിട്ട് എത്ര വൈകി അരച്ചാലും ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചു വയ്ക്കും. എന്നിട്ട് ഞാനത് അടച്ചു വയ്ക്കും. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് നല്ലപോലെ ഫെർമെൻ്റായിട്ട് നല്ലപോലെ പുളിച്ച് കിട്ടും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തെർമൽ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇനി ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇത് അരച്ചു വെച്ച് കഴിഞ്ഞ് അത്യാവശ്യം ചൂടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എടുത്ത് വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് വരണതിന് മുമ്പ് നമ്മൾ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ തണുത്ത കാലാവസ്ഥയിൽ നമുക്കിത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്, ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ മാവ് എന്തുമാത്രം നമുക്കിങ്ങനെ പുളിച്ച് വരുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് അതിങ്ങനെ നല്ലപോലെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പുളിച്ച് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ മാവ് പുളിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാമല്ലോ, കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബബിൾസ് ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ലപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് കണ്ടാൽ അറിയാം നമുക്കത് നല്ല സോഫ്റ്റായിട്ടുള്ള കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് വീണ്ടും വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമില്ല. ഈ മാവ് നല്ലപോലെ ഫെർമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വെള്ളമോ വേറെ സോഡയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ചിലർ അതൊക്കെ ചേർത്തിട്ടുണ്ടാവും. ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇഡലി പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇഡലി ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. നല്ല സൂപ്പറായിട്ടുള്ള ഇഡലി റെഡിയായി കിട്ടും. അപ്പോൾ ഒരു തവണ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ അറിയിക്കാം. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സോഫ്റ്റ്നെസ് മാത്രമല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ടേസ്റ്റിലും വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.